നമസ്കാരം. ഈ ആഴ്ച കാന്തല്ലൂരാണ്. തണുത്തുറഞ്ഞു കിടക്കുകയാണ് കാന്തല്ലൂർ. കാന്തല്ലൂരിൽ തോപ്പൻസ് ഫാം ഉടമ ശ്രീ ജോർജ് ജോസഫാണ് ഈ ആഴ്ചയിലെ അതിഥി. തോപ്പൻസിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. സ്വാഗതം ശ്രീ ജോർജ് ജോസഫ്. നമ്മൾ കാന്തല്ലൂർ വരുന്നത് തന്നെ ഈ ഒരു പ്രത്യേക കാലാവസ്ഥ കേട്ടറിഞ്ഞാണ്. ഇവിടെ വന്നപ്പോഴാണ് തോപ്പൻസിനെ കുറിച്ച് പറയുന്നത്. എന്താണ് തോപ്പൻസ്? ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുകയില്ലാത്ത 200 തരം മരങ്ങളും ചെടികളും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരി, അതെല്ലാം കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിള് 45 വെറൈറ്റി ഉണ്ട്. ഓറഞ്ച് 2 വെറൈറ്റി ഉണ്ട്. മൊസംബി ഉണ്ട്, മാംഗോ പീച്ച്, മാംഗോ പ്ലം, സാദാ പ്ലം, സ്ട്രോബെറി ഗുവ, സപ്പോട്ട, ഇങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ പഴങ്ങളും ഇവിടെ എത്തിച്ചു. പറഞ്ഞത് പലതും എനിക്കറിഞ്ഞൂടാ. ഏതായാലും നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 34 വർഷമായി. ഞാൻ 34 വർഷം സ്കൂൾ ടീച്ചറാണെന്ന് പറഞ്ഞു. എന്താണ്? ഞാൻ ഫിസിക്കൽ ടീച്ചറാണ്. ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു പവർ കൊണ്ടാണോ ഇത് ഈ പ്രദേശമൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റിയത്? അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതൊരു സിംഗിൾ മാനേജ്മെന്റ് സ്കൂളാണ്. വേറെ ട്രാൻസ്ഫർ ഇല്ല. ശരി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അന്ന് തന്നെ ഇവിടെ 5 ഏക്കർ സ്ഥലം മേടിച്ചിടുക ചെയ്ത്. ശരി. ഈ നാട്ടിൽ പിടിക്കുന്ന ഒരു സാധനം ഇവിടെ പിടിക്കുന്നില്ല. കുരുമുളകില്ല, വാഴയില്ല, തെങ്ങില്ല, ഒന്നുമില്ലല്ലോ. ഇതൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അതേസമയം വിദേശികളായിട്ടുള്ള എന്ത് സംഗതികളും ഇവിടെ ഉണ്ടാവും. ഇവിടെ അല്ല, നമ്മൾ മനുഷ്യർ സാറിന് കഴിക്കുന്നതൊന്നും ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടാണ്. അതെ അല്ലേ? ഈ തണുപ്പിന്റെ ഇതുകൊണ്ടാണോ? ഈ ക്ലൈമറ്റിന്റെ തണുപ്പിനേക്കാളും കൂടുതൽ സീ ലെവലിൽ നിന്നുള്ള ഈ ഹൈറ്റ് ആണ്. ലോകത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും ഹൈറ്റിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 6000 അടിയാ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ്. ഈ നിൽക്കുന്നത് ഇതല്ലേ ദേവദാരുവാണ്. ഈ ദേവദാരു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ സിനിമ പാട്ടി പറയുന്നത് ദേവദാരുവാണ്. ദേവദാരുവാണ്. ഇത് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ശരി. കണ്ടാൽ തന്നെ അറിയാം ഒരു കാശ്മീർ ലുക്ക് ഉണ്ടാവും. അതായത് പൈനിന്റെ ഇലയ്ക്ക് ഗ്രീൻ കളറും ഇതിന്റെ ഇലയ്ക്ക് ഒരു ബ്ലൂ ചേർന്ന കളറും ആകും. പൈനും ദേവദാരുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഇത് 100 വർഷം കൊണ്ട് 120 അടിക്ക് മുകളിൽ ഹൈറ്റ് വരുന്ന വലിയൊരു മരമാണ്. ശരി. ഇതിന്റെ പൂവാ കായോ എന്താ അതിന്റെ ഏർപ്പാടെന്താ? പൂ 100 വർഷത്തിലൊന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തിനു ഈ 100 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന സാധനം ഇത് എന്തായാലും അപ്പൊ അടുത്ത തലമുറയ്ക്ക് കാണാൻ വേണ്ടി വെച്ചതാണ്. അതിലും പ്രധാനം ഇതിന്റെ തടി ഭയങ്കര ഡിമാൻഡാ. ശരി. 100 വർഷം മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പോലും ഇതിന്റെ തടി കേടാകുകയില്ല. ഈ കാശ്മീരിലൊക്കെ വളരുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. കാരണം അതേ വകുപ്പുണ്ട്. അതേ ഉള്ളൂ. വേറെ പ്ലാവൊക്കെ കൊണ്ടുവച്ചാ പ്ലാവ് 18 വർഷമായ ഒരു പ്ലാവ് ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ തന്നെ നിൽക്കുകയാണ് അല്ലേ? അതാണ്. ഈ സാധനം എന്താണ്? ഇത് കണ്ടിട്ട് നാരങ്ങ. മൊസംബിയാണ്. പൊട്ടിച്ചാട്ടാണോ? അതൊന്നും ആയിട്ടില്ല. ഇത് വലുതായി മഞ്ഞ കളറായിട്ട് വരും. ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് ഇല്ലേ? സംഭവം നമ്മൾ ജ്യൂസ് കടലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മരത്തിൽ നിന്ന് മറിക്കുന്നതിന്റെ ഒരു സുഖം സത്യം. അത് മാത്രമല്ല ഇതിന് ടേസ്റ്റ് നമ്മൾ കടയിൽ കിട്ടുന്നതിനകത്ത് കാണുകയില്ല. ഇതിനകത്ത് ഇവിടുത്തെ എല്ലാ വിളകൾക്കും എന്ത് വളമാണ്? എന്താണ് വളം? ആട്ടിനാണോ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്? ചാണകം ഇട്ട് ആടിന് ഊപ്പാട് വരും. എത്ര മരത്തിനൊക്കെ വളം ഇടണമെങ്കിൽ 1 ലക്ഷം രൂപയോളം എനിക്ക് 6 മാസം മുടക്ക് വരുന്നുണ്ട്. അതല്ലേ? ഇത് ഈ വളത്തിന് വേണ്ടി മാത്രം 10 ലോഡ് ചാണകം ഇറക്കണം. ശരി. ഒരു തവണ. ഒരു ഫാമാക്കി വികസിപ്പിക്കാമെന്നൊരു ഐഡിയ ഒന്ന് എപ്പോഴായിരിക്കും? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സിംഗിൾ മാനേജ്മെന്റ് സ്കൂളാണ്. ഇവിടെ ട്രാൻസ്ഫർ ഇല്ല എന്നുള്ള പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പം ഈ അടുത്ത വീടുകളിലൊക്കെ പലയിടത്തും ആപ്പിളിന്റെ തൈകളുണ്ടായിരുന്നു. ശരി. അവർ അത് നല്ലപോലെ കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു തൈ ഒരാളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ബഡ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചെയ്തു തരികയില്ല. ശരി. അങ്ങനെ ഞാൻ പാലായിൽ എൻ്റെ പേരപ്പന് ഒരു നഴ്സറി ഉണ്ടായിരുന്നു, റബ്ബർ നഴ്സറി. അവിടെ പോയി ഒരു ഏപ്രിൽ മെയിൽ ബഡ്ഡിങ് പഠിച്ച് വന്നു വെച്ചാണ് ഞാനിതെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരന്മാരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എനിക്ക് ഇവിടെ തൈകൾ എത്തിച്ചു തരാൻ തുടങ്ങി. ആപ്പിൾ മാത്രം 45 വെറൈറ്റി ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അടിപൊളി.
തണുപ്പ് രാവിലത്തെ കൊടുതണുപ്പ് മറിച്ച് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വകുപ്പില്ല, കൈയൊക്കെ മരച്ച് മൊത്തത്തിൽ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഈ വർഷം. -3 വരെ വന്നു. ഇന്നിപ്പോ രാവിലെ എത്ര ഉണ്ടായിരുന്നു തണുപ്പ്? 0 ഡിഗ്രി. 0. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഏരിയ മൊത്തം ഭയങ്കര തണുപ്പാണ്. ഇവിടെ നവംബർ 15 തൊട്ട് ഫെബ്രുവരി 15 വരെ എന്ന് തന്നെ പറയാം ഇവിടുത്തെ തണുപ്പിന്റെ സമയം. അപ്പൊ ഈ തണുപ്പ് കൂടുതലാണോ? ഈ സമയത്ത് ഈ ചെടികളെല്ലാം ഇല ഒഴിക്കുന്ന സമയമാണ്. ഇപ്പൊ ഒരു ഫ്രൂട്ട്സും ഉള്ള സമയമല്ല. ഇങ്ങനെ മൊസമ്പിയോ അല്ലെങ്കിൽ 1-2 ഓറഞ്ചുകളോ ഒക്കെ കിട്ടുമെന്നുള്ളതല്ലാതെ ശരിയായ രീതിയിലുള്ള ഒരു ഫ്രൂട്ട്സും നമുക്ക് കിട്ടുകയല്ലേ. ശരി. ഇപ്പൊ ഈ കുറേ മരം, ഇപ്പം ആപ്പിള് മൊത്തം ഇല ഒഴിച്ച് നിൽക്കുന്ന സമയമാണല്ലോ അതിൽ. ആപ്പിള്, പ്ലംസ് ഇതെല്ലാം ഇല ഒഴിച്ച് നിൽക്കുന്ന. ആപ്പിള്, പ്ലംസ്, പീച്ച്, ആപ്രിക്കോട്ട് ഇതൊക്കെ ഈ സമയത്ത് തണുപ്പുള്ള സമയത്ത് ഇല ഒഴിച്ച് നിൽക്കുന്നതാണ്. ഇനി അത് പൂ വന്നതിന് ശേഷമേ അതിൽ കാവുണ്ടാവും, ഇല വരുള്ളൂ. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് പോകുന്നുണ്ടല്ലേ രാവിലെ കാണാനായിട്ടൊക്കെ? ഒരുപാട് ആളിങ്ങനെ സാറേ, ഇത് ഞാൻ 20 രൂപ ടിക്കറ്റ് വെച്ചാൽ ഈ തോട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലില്ലാത്ത 200 കൂടുതൽ മരങ്ങളും ചെടികളും ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരി. അപ്പൊ ഇത് നമ്മൾ ഈ സാധാരണ കാണുന്ന ആപ്പിളല്ല, വേറെ ഈ പറഞ്ഞ പോലെ ഈ സ്മിത്തോ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ എല്ലാം ഇല ഒഴിച്ച് വയ്ക്കുന്ന സമയമാണ്. ഗ്രാനി സ്മിത്ത് എന്ന് പറയുന്ന ഒരു കുക്കിംഗ് ആപ്പിളാ, ഗ്രീൻ കളറിലെ. അത് ഈ ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം അതിനകത്ത് വെച്ച്, ചിക്കന്റെ അകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യുന്ന ഒരു ആപ്പിളാണ്. നല്ല ഇതിന്റെ ഒരു സീസൺ എപ്പോഴായിരിക്കും? അപ്പൊ ആപ്പിളിന്റെ ഒരു സീസൺ ആപ്പിള് ഓഗസ്റ്റ് കൊണ്ട് തീരും. ജൂലൈ ഓഗസ്റ്റ് കൊണ്ട് ആപ്പിള് തീരും. അത് ഫെബ്രുവരി പൂവ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഓഗസ്റ്റ് കൊണ്ട് തീരും. അങ്ങനെ ഓരോ ഫ്രൂട്ടിനും ഓരോ സമയമുണ്ട്. അപ്പൊ ആപ്പിള് തീർന്നിട്ടായിരിക്കും ഓറഞ്ച് വരിക അല്ലെ? അങ്ങനെയൊക്കെയാണ്. ഓറഞ്ച് നവംബർ ഡിസംബർ. ഓറഞ്ചോടുകൂടി ഇവിടുത്തെ ഫ്രൂട്ട്സ് ആ ഒരു വർഷത്തെ അവസാനിക്കുക. പിന്നെന്താ ചെയ്യാൻ? അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാർച്ചിലാ. പച്ചക്കറി ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മയിലിന്റെ ശല്യം ഭയങ്കരമാണ്. മയില് വന്നതോടുകൂടി പച്ചക്കറികളൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. ബീറ്റ്റൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ല ക്യാരറ്റും സംഗതിയും ഒക്കെ ചെയ്തത് മുഴുവൻ മയിൽ നിന്ന് പോയി. ഇത് ഈ ബീറ്റ്റൂട്ട് ഇത്ര ആയതിനു ശേഷം മയിൽ വന്നോണ്ടാണ്. മറ്റേ ചെറുതില് മുഴുവൻ പച്ചക്കറി ഒന്നും ഇനിയും ചെയ്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തി. പ്രേക്ഷകരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്ത്യയിൽ ആദ്യമായി ഈ ബ്ലാക്ക്ബെറി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയത് ശ്രീ ജോർജ് ജോസഫാണ്. ബ്ലാക്ക്ബെറി വിത്തുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന്, തൈകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അത് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അദ്ദേഹം. 1-2 തൈകളായിട്ട് ഒരുപാട് പേര് ഈ പരിസരത്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കൃഷി എന്നുള്ള നിലയിൽ ബ്ലാക്ക്ബെറിയെ കാന്തല്ലൂരിൽ അവതരിപ്പിച്ച അദ്ദേഹമാണ്. ബ്ലാക്ക്ബെറി ഉണ്ട്. നമുക്ക് ബ്ലാക്ക്ബെറിയുടെ കാഴ്ചകളിലേക്ക് കൂടെ പോവാം. ബ്ലാക്ക്ബെറി കൃഷി തുടങ്ങി? ബ്ലാക്ക്ബെറി എനിക്ക് ഒരു 6 വർഷം മുമ്പ് എന്റെ ബ്രദർ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന 2 തൈകളിൽ നിന്നാണ് ഞാൻ ഇത്രയും തൈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചോട്ടിൽ നിന്നിന്റെ വേരിൽ നിന്നാണ് തൈ കിളുത്ത് വരുന്നത്. അത് ഈ ചോട്ടിൽ നിന്ന് 1 മീറ്ററൊക്കെ അകലിലുള്ള തൈകൾ പറിച്ച് നമ്മൾ മാറ്റി മാറ്റി നട്ടാണ് ഇത്രയും തൈ ആക്കിയത്. ഇതിപ്പോ എത്ര തൈ ഉണ്ട്? ഇവിടെ 1000 കൂടുതൽ തൈകളുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാൻ താഴെയും വെച്ചിട്ടുണ്ട്. ഇത് 1.5 ദിവസങ്ങളിലാണ് നമ്മൾ ഇതിന്റെ വിളവെടുക്കുന്നത്. ഇന്ന് പഴം പറിച്ചു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് പറിക്കാം. എനിക്കൊരു 20 രൂപയോളം ഒരു ദിവസം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടെ സാധാരണ ഇവിടുത്തെ അധികം പരിചയമില്ലാത്തൊരു സാധനം. അപ്പൊ ഇത് പറിച്ചിട്ട് എവിടെ ആയിരിക്കും വിൽക്കുക? ഇത് നമ്മുടെ മലയാളികൾ കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷെ ഈ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെയുള്ള ആൾക്കാർക്ക്, അവർ ഈ ഗൾഫിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് കിലോ 1000 രൂപയ്ക്കാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് അന്ന് വിൽക്കാനൊത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേന് മോശമാകും. അപ്പൊ അന്ന് വൈകുന്നേരം ഒന്നുകിൽ ജാമാക്കും അല്ലെങ്കിൽ വൈനാക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇതിപ്പോ 3-4 കളർ കാണുന്നുണ്ട്. ഇപ്പൊ വെള്ളപ്പൂ, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പച്ച കായ മൂത്ത് കഴിയുമ്പോൾ ചുവപ്പ് കളറ്, പഴുക്കുമ്പോൾ ബ്ലാക്ക്. അപ്പൊ ഈ ചുവപ്പ് നല്ല മൂത്ത് നിൽക്കുന്ന പഴങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പുളിയുണ്ട് അല്ലെ? പക്ഷെ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ അത്രയും പുളിയില്ല, ഒരു മധുരവും കൂടെ ചേർന്ന് വരും. എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്ക്ബെറി ആദ്യം സീരിയസ് ആയിട്ട് ബ്ലാക്ക്ബെറി കൃഷി ചെയ്യാൻ വിചാരിച്ച് തുടങ്ങിയാണ്. ഞാൻ നെറ്റിലൊക്കെ തപ്പിയിട്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കിയാണ്. എന്നാണല്ലോ അത് ഒരു അനുഗ്രഹമായെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഇത്രയും ആദായം കിട്ടുന്ന വേറൊരു ഫ്രൂട്ട് ഇല്ല നമുക്ക്.
ഇത്രയും വില കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്ലൈമറ്റ് മാത്രമേ പിടിക്കുള്ളൂ അല്ലേ? അല്ലല്ല, ഇത് ട്രോപ്പിക്കലാ. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ എവിടെയും പിടിക്കുന്നതാണ്. ശരി. സ്ട്രോബെറി പോലല്ല. സ്ട്രോബെറി പോലല്ല, ഇത് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് ട്രോപ്പിക്കലാ. ശരി. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനാണ് പ്രേക്ഷകരെ സംബന്ധിച്ച്. ഇത് നമ്മൾ സാറിന് ഈ ബ്ലാക്ക്ബെറി കൃഷി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കാന്തല്ലൂരത്തെ ഈ തണുപ്പിൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ. പക്ഷേ പുള്ളി പറയുന്നത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഫലമാണ്, നല്ല വരുമാനം ലഭിക്കുന്ന ഫ്രൂട്ട്. അത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 5 സെന്റോ 10 സെന്റോ സ്ഥലത്ത് കൃഷി ചെയ്യാവുന്നുണ്ടെങ്കിൽ ആദായം ഉള്ളതാണ്. 1000 രൂപ ഒരു കിലോ എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മുടെ നാട്ടിലുള്ള പഴങ്ങളെക്കാളും ഇപ്പോൾ എനിക്ക് ഈ ആദായം ഈ പുറത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന ഇത്രയും വില കിട്ടുന്ന വേറൊരു പഴം നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കിലോ 1000 രൂപ എന്ന് പറയുമ്പോൾ കളിച്ച കളിയല്ല. അതൊന്ന്. രണ്ടാമത് ഇത് ജാമോ വൈനോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിലോ 1500 രൂപയ്ക്ക് വിൽക്കാം. ജാമ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത്. വൈനും ജാമും വൈനും. ജാമാണെങ്കിൽ അന്ന് ഉണ്ടാക്കിയെടുക്കാം, വൈനാണെങ്കിൽ 15 ദിവസം മതി ഇത് വൈനാക്കാൻ. നല്ല ഓൾറെഡി നല്ല വാട്ടർ കണ്ടന്റുള്ള പഴം ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഇത് അരിഞ്ഞ് കിട്ടിക്കോളും നമുക്ക്. ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ആ പൂ വെള്ള കളറ്, ഈ പിഞ്ച് പച്ച കളറ്, മൂത്ത് കഴിയും ചുവപ്പ് കളറ്, പഴുത്ത് കഴിയും ബ്ലാക്ക് കളർ. ഇതെല്ലാം കൂടെ ഒറ്റ ചെടിയിൽ. നമ്മൾ മൾബറിയുടെ കുടുംബക്കാരനാണല്ലോ, കണ്ടാലോ അതേപോലെ ഫാമിലി ഒന്നാ, കണ്ടാലോ അതേപോലെ ഒത്തിരി വലിപ്പമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ഒരു ഫലമാണ് എന്നാണ് ശ്രീ ജോർജ് ജോസഫ് പറയുന്നത്. വളരെ ആദായകരമാണ്. കാന്തല്ലൂരിലെ തണുപ്പിൽ മാത്രമല്ല കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും വളരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓർത്തു വെച്ചോണം, ബ്ലാക്ക്ബെറിയെ വളരെ ആദായകരമായ ഒരു ഫലമാണ്. നമ്മുടെ ചാമ്പയുടെ ഇല പോലെ ഉണ്ടല്ലോ. അതെ, ഇത് ഒരു കംബോഡിയൻ ആപ്പിൾ ചാമ്പ എന്ന് പറയുന്ന സാധനമാണ്. ആപ്പിളിന്റെ ഏതാണ്ട് ഷേപ്പും കളറും ഒക്കെ വരുന്ന ഒരു ചാമ്പങ്ങയുടെ കുരുവൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സോജൻ വെള്ളമറ്റോ എന്ന് പറഞ്ഞ ആൾ പോയ സമയത്ത് പുള്ളി കൊണ്ടുവന്ന് വന്ന 2 തൈ എൻ്റെ ഉള്ളത്. ഓറഞ്ച് തോട്ടം എന്ന് വേണം പറയല്ലേ. ഓറഞ്ചും ആപ്പിളും അതിനകത്ത് പ്രധാനമായി. ഓറഞ്ച് എത്ര കൂടെ ഉണ്ടാവും? 450ഓളം തൈകളുണ്ട്. ഇപ്പൊ ഓറഞ്ചിന്റെ സമയം കൊണ്ടാണ്. കാന്തല്ലൂർ ഓറഞ്ച് ഭയങ്കര രസമുള്ള ഓറഞ്ചാണ് എന്ന്. ഓറഞ്ച് തീർന്ന സമയം തീർന്നു അല്ലേ. എന്നാലും ഇപ്പൊ ഒരു ദിവസം എത്ര കിലോ ഒക്കെ കിട്ടുന്നുണ്ട്? എനിക്ക് ഓറഞ്ച് ഒരു 10,000-3000 കിലോളം കിട്ടുന്നുണ്ട്. അത് ശരി, ചെറിയ ഓറഞ്ചാണ്. അല്ല, ഈ വർഷത്തെ കാലാവസ്ഥയിൽ സംഭവിച്ചതാണ്. അത് ശരി. ഇതെല്ലാം ഇപ്പൊ കണ്ടില്ലേ, ചെറിയ കായ്കൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. മഴക്കാലം വന്ന് ഇതങ്ങ് വീണ്ടും പൂവായി കഴിഞ്ഞപ്പോഴത്തേന് ഓറഞ്ചിന്റെ വലിപ്പം കുറഞ്ഞു പോയി. പഴയ കായ. അതെയോ? രുചിക്ക് വ്യത്യാസമൊന്നുമില്ലെന്ന് തോന്നുന്നില്ലേ? നല്ല ഒന്ന് പൊളിച്ചു, കൈയൊക്കെ മരവിച്ചിരിക്കുന്നുണ്ട്, ഒരു വകുപ്പില്ല. ഇവിടെ എങ്ങനെ ഓറഞ്ചിന്റെ വിലയൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ കിലോ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ശരി. ഇത് തീർന്ന ഭാഗമാണ്. ഡിസംബർ അവസാനം കൊണ്ട് ഓറഞ്ച് തീരും. ശരി, ഓറഞ്ച് തീർന്ന് ഇനിയിപ്പോ ആപ്പിള് കമ്മെല്ലാം മരങ്ങളെല്ലാം ഇല ഒഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് തുടങ്ങാൻ സമയമായി വരുന്നു. ആപ്പിള് ഇനി ഫെബ്രുവരിയിൽ പൂ കഴിഞ്ഞ ഇല വരുള്ളൂ. അത് ശരി. പിന്നെ റാസ്ബെറിയുടെ കാര്യം പറഞ്ഞായിരുന്നു. റാസ്ബെറി കണ്ടു, നമ്മൾ വരുന്ന വഴിക്ക് റാസ്ബെറി അവിടെ കണ്ടു. റാസ്ബെറി വില കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ മെച്ചമുള്ള ഒരു കൃഷിയല്ല. അല്ല, അതായത് ഒരു കായ എന്ന് പറയുന്നത് 2 ഗ്രാമിൽ താഴെ വരുന്നുള്ളൂ. ശരി. ഇത് പറിച്ചെടുക്കാനുള്ള പണിക്കൂലി കൊടുത്താൽ പോലും മുതലാവുകയില്ല. 10,000 പഴം വേണം 1 കിലോ ആവണം. 1 കിലോ ആവണമെങ്കിൽ. അച്ഛന്റെ കയ്യിലുള്ള ഏറ്റവും സ്പെഷ്യൽ ഫ്രൂട്ടുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബ്ലാക്ക് സപ്പോട്ട. നമ്മുടെ സപ്പോട്ട എന്ന് നമ്മൾ പറയുന്നത് ചിക്കുവ. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ്. ഇതിന്റെ പഴത്തിന് ചോക്ലേറ്റ് പുഡിംഗ് ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇത് ജബോട്ടിക്കാബ. ഇതൊരു ബ്രസീലിയൻ മരമുന്തിരിയാണ്. പൂവായി കഴിഞ്ഞാൽ 28 ദിവസം കൊണ്ട് പഴമാണ്. ഇത് വർഷത്തിൽ മിക്കവാറും എല്ലാ സമയത്തും തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മാംഗോ ഗുവയുണ്ട്, സ്ട്രോബെറി ഗുവയുണ്ട്. ഇതല്ലാതെ നമ്മുടെ അകം ചുവപ്പായിട്ടുള്ള ഒരു നാടൻ പേരക്കയുണ്ട്. എനിക്കൊരു വള്ളിപ്പേരയുണ്ട്. അതെന്താ സാധനം? അതിന് പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അതിന് പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പടരുള്ളൂ.
അത് ശരി. ഇപ്പൊ പേരയ്ക്ക പറഞ്ഞു, റാസ്ബെറി പറഞ്ഞു, പിന്നെ ഈ അഴുകിയാൽ മാത്രം കഴിക്കാവുന്ന ഒരു പഴത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, അത് പെഴ്സിമൺ ആണ്. അത് ഇറാനിൽ നിന്നാണ് നമുക്ക് 2 തൈ കിട്ടിയത്. ആ, ഇത് എൻ്റെ ഒരു പ്രത്യേകത പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ ഒരു തക്കാളിക്കായുടെ ഒക്കെ വലിപ്പം വരുന്ന ഒരു പഴം. ഏതെങ്കിലും ഒരു പഴം അതിപ്പോൾ ഏതെങ്കിലും ഒരു തൈ അതുകൊണ്ട് നട്ടിട്ട് ഇതൊന്ന് പഴുത്ത് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാറേ, ഞാൻ ഏറ്റവും കൊതിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആപ്പിൾ തന്നെയാണ്. ആപ്പിളിൻ്റെ ഓരോ വെറൈറ്റിയും ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ അതിന്ന് കായ്ച്ച് കിട്ടാനായിട്ട് അതിനൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് എനിക്ക്. ഇപ്പോൾ കാന്തല്ലൂരിന് ഇപ്പം നമ്മൾ നേരത്തെ ചെറുമോവ കണ്ട പോലെ കാന്തല്ലൂരിൻ്റേത് എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ? കാന്തല്ലൂർ സ്പെഷ്യൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള കാന്തല്ലൂർ സ്പെഷ്യൽ എന്ന് പറയാവുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ട്, ഒരു മെക്സിക്കൻ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ. ശരി. അത് കേരളത്തിൽ കാന്തല്ലൂരും വട്ടവടയിലും മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ. മൂന്നാറിൽ പോലും അത് കായ്ക്കുന്നില്ല. ശരി. അത് ഹൈറ്റ് വേണം തോന്നുന്നു അല്ലേ? സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റാണ് ഇതിനെല്ലാം പ്രധാനം. ശരി. കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക സ്ഥലം കാന്തല്ലൂരാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇത് 6000 അടി മുകളിലാണ്. ആപ്പിളും അത്ര ഹൈറ്റിലേ പറ്റൂ. നമ്മൾ ഈ സാധാരണ നഴ്സറികളിലൊക്കെ ഈ നമ്മളിപ്പോൾ ചില നഴ്സറികളിൽ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ആപ്പിളിന്റെ തൈയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഉണ്ടാകുകയില്ല. പിടിക്കത്തില്ല. ഒരു കാര്യം മരം ഇങ്ങനെ വളരുന്നില്ല, കായ ഉണ്ടാവും. മരവും വളരുകയില്ല, ഒരു കൊല്ലത്തിൽ കൂടുതലൊന്നും നിൽക്കുകയില്ല. അത് ശരി. ഇപ്പം ബേർ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ സംഗതികൾ വരുന്നുണ്ട്. ആപ്പിളിന്റെ ഷേപ്പിലുള്ള കായുള്ള അതൊക്കെ നാട്ടിലെ കാലാവസ്ഥയിലേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഉണ്ടാകുകയില്ല. ഇവിടെ നമ്മുടെ റംബുട്ടാൻ, ഫിലോസാൻ പോലുള്ള ഒരു സംഗതി ഇവിടെ ഉണ്ടാകില്ല. മലേഷ്യൻ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാകില്ല. അതും ഉണ്ടാവില്ല. അത് ശരി. സാധനം ഇപ്പൊ ഈ റംബുട്ടാനൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റാർ. അപ്പൊ അതും ഉണ്ടാവത്തില്ല. ഇതെന്താണ് ഇത്? നല്ല രസമുണ്ട്. പൂവില്ല, താഴേക്ക് ഇങ്ങനെ തലയും കുത്തി കിടക്കും. ഇതാണ് ക്രിസ്മസ് ട്രീ. ശരി. യേശുക്രിസ്തു ഉണ്ടായ പുൽക്കൂട്ടിന് മുന്നേ വന്ന മരം. അന്ന് യേശുക്രിസ്തു ഉണ്ടായപ്പോൾ ഈ പൂവെല്ലാം താഴോട്ട് തിരിച്ചു കാണിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഐതിഹ്യമായിട്ട് പറയുന്നത്. ഇത് ജെറുസലേമിൽ നിന്ന് വന്നതാണ്. ശരി. ഇത് എന്റെ സഹോദരി വിസ്താട് സന്ദർശിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന് വന്നതാണ്. അപ്പൊ അത് തൈയായിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തൈയായിട്ട് കൊണ്ടുവന്നു. 2 തൈ കൊണ്ടുവന്നു. അതിൽ ഒരെണ്ണമേ ഉള്ളൂ, ഒരെണ്ണം പോയി. സംഗതി കൊള്ളാം. ഇത് ഭയങ്കര രസം. ഇത് നവംബർ തൊട്ട് ഫെബ്രുവരി വരെ പൂവ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് പൂവില്ല, കായുമില്ല, ഒന്നുമില്ല. ഇത് ഒരു തൈ ഉണ്ടാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഇത് നമ്മുടെ പെരിഗരത്തിന്റെ ഫാമിലിയാ. പെരിഗരത്തിന്റെ ഫാമിലിയാ. ഇതെന്താ സാർ? ഇത് ചെറിമോയ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ആത്തച്ചക്കയാ. ഒരു കായ ഒരു 3.5 കിലോ വരെ കായ, ചെറിയ കായൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒക്ടോബർ അതിന്റെ സീസൺ. വലിയ കായെല്ലാം പറിച്ചു പോയി. ശരി. അതെന്താ മധുരമാണോ? ഇത്രയും ടേസ്റ്റ് ഉള്ള ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള പഴങ്ങളിൽ ഒന്നാണ് സായിപ്പ് ഇതിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ആര് വാങ്ങും? ഇതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയാൽ ഇവിടെ ഉള്ളവർ വാങ്ങാൻ ആളുണ്ടോ? തോട്ടം കാണാൻ വരുന്ന ആൾക്കാർ വാങ്ങിച്ചോണ്ട് പൊക്കോളും. ഒരു പഴത്തിന്റെ ഒരു പീസ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ കിലോ കണക്കിന് മേടിച്ചോണ്ട് പൊക്കോളും. ചെറുപോയെന്ന് കേട്ട് തലക്കടി കിട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ സംഭവം കൊള്ളാതെ കല്ലൂലേ? ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് ഇന്ത്യയിൽ ഈ കാന്തല്ലൂർ ഏരിയയിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ മുകളിലൊരു സായിപ്പ് കൊണ്ടുവന്നതാണ് ഈ സംഗതി. ശരി. ഇപ്പം ഈ പരിസരത്ത് ഒരുപാടുണ്ടോ ഈ മരം? ഇവിടെ ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ എണ്ണം കുറവാ. ചെറിമോയ അനോണ മധുരമാണ്. നല്ല ടേസ്റ്റ്. 5 പഴങ്ങളുടെ ടേസ്റ്റ് എന്നാണ് ഇതിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ശരി. അപ്പൊ ഇതും ഒരു വർഷം എത്ര കായ് കിട്ടും? അങ്ങനെ ഒരു ഉദ്ദേശം? ഈ ഒരു മരത്തിൽ നിന്ന് എങ്ങനെ പോയി കഴിഞ്ഞാൽ 120 കിലോ 130 കിലോ കാ കിട്ടുന്നുണ്ട്. ശരി. ടീച്ചർ ഉണ്ട് അല്ലേ? ടീച്ചറെ കൂടെ വിളിക്കാം. ടീച്ചറെ ടീച്ചറ് അതേ സ്കൂളിൽ തന്നെയാണോ? അല്ല അല്ലേ? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ താഴെ ഒരു LP സ്കൂളിലാണ്. ശരി. എന്ത് വിഷയം ടീച്ചർ? എല്ലാ വിഷയവും TTC എല്ലാ വിഷയവും പഠിപ്പിക്കും. നിങ്ങൾ രണ്ടുകൂടാണ് ഇതിങ്ങനെ അല്ലേ? അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഒക്കെ ആള് വേണമല്ലോ അല്ലേ? ഇവളുടെ സഹകരണം ഇല്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാകത്തേ ഇല്ലായിരുന്നു. അതാണ് ഇങ്ങനൊരു ടീച്ചറുടെ നാട് കോട്ടയം തന്നെയാണോ? നിലമ്പൂരാണ്. അപ്പൊ ഇങ്ങനെ ഈ കാന്തല്ലൂർ പോലുള്ള സ്ഥലത്തേക്ക് ഇതെല്ലാം കൂടെ വരിക്കിട്ട് വരാൻ തീരുമാനിച്ചപ്പോ അങ്ങനൊരു അല്ലല്ല, ഇവർ ജോലി കിട്ടി വന്നതാ. 19 വയസ്സ് ജോലി കിട്ടി സ്കൂളിൽ വന്നു. അതിനുശേഷം സാറി സ്കൂളിൽ വന്നു. അതിനുശേഷമാണ് കല്യാണം. അതിനുശേഷമാണ് ഇതെല്ലാം. അത് ശരി. ഇപ്പം സന്തോഷമായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അല്ലേ? ഈ രാവിലെ ഒന്നുമില്ല ഇറങ്ങി ഇതിനകത്തോട് നടക്കുന്ന തന്നെ ഒരു സന്തോഷമായിരിക്കും അല്ലേ? കൃഷിയിടത്തിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അല്ലെന്ന്. എപ്പോ ഇറങ്ങി പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പഴം നമുക്ക് പറിക്കാൻ കാണും.
ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു പഴമെങ്കിലും നമുക്ക് തിന്നാൻ കിട്ടും. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നു. അതുപോലെ ഈ അധികം ഇവിടെ ഇല്ലാത്ത പഴങ്ങളൊക്കെയാണ് അല്ലേ, നമ്മൾ പുറത്ത് നമ്മൾ അങ്ങനെ അധികം കാണാത്ത മാർക്കറ്റുകളിൽ കാണാത്ത പഴങ്ങളൊക്കെയാണ്. അപ്പം ഇതിങ്ങനെ ചെടിയായി മരവായി പൂവിട്ട് കായായി പഴുത്തു വരുന്നതിൻ്റെ ഒരു സന്തോഷം. ഞാനീ പറഞ്ഞിട്ട് ബ്ലാക്ക്ബെറി, ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക്ബെറി കാണുന്നത്. നമ്മളിവിടെ ബ്ലാക്ക്ബെറി കേട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് അത് കേട്ടറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. വന്നപ്പോൾ നമ്മളെ കണ്ണ് നിറച്ച് ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളൊരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ സന്തോഷമാണ്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെ ഗംഭീരമായിട്ട് ഞാൻ പറയുന്നത് കുറെ കൂടെയൊക്കെ എന്താണ് ടോപ്പൻസ് ഫാം വലുതാവട്ടെ എന്നാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇതിന്റെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുന്ന പോലെയാണ്. ഓരോ ചെടിയും ഓരോ ദിവസവും പോയി നോക്കുമ്പം അത് പൂക്കുന്നതും കായ്ക്കുന്നതും അത് പഴമാകുന്നതും ഒക്കെ കാണുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതാണ് ഇപ്പം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതുപോലെ ഒന്ന് ഈ കാന്തല്ലൂർ നല്ല തണുപ്പാണ്. തണുപ്പ് സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കേട്ടില്ലാത്ത കുറേ പഴങ്ങൾ കാണാൻ പറ്റി. മരങ്ങൾ മാത്രമല്ല, കേട്ടില്ലാത്ത പഴങ്ങളും ഒക്കെ കാണാൻ പറ്റി. കുറേ പഴങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റി. പുതിയ കുറേ ഇൻഫർമേഷൻ കിട്ടി. കുറേ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പാസ് ചെയ്യാൻ പറ്റി. അതൊക്കെ തന്നെയാണ് നമുക്ക് ഇതുമായിട്ട് കിട്ടുന്ന നമുക്കൊരു സന്തോഷം. ഏതായാലും തോപ്പൻസ് ഫാം കുറച്ചുകൂടെയൊക്കെ വലുതായി കൂടുതൽ ആളുകൾ വരട്ടെ, കൂടുതൽ ആളുകൾക്ക് കൂടുതൽ അറിവ് പകരാൻ വേണ്ടി ഇങ്ങനെ തന്നെ രണ്ടുപേരും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം.